പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലം, മുഴാപ്പാലം. ആ പാലത്തിൻ്റെ അടുത്താണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു പാലത്തിൻ്റെ പണി പുരോഗമിക്കുകയാണ്. ഇതാണ് തലപ്പനക്കുന്ന് പാലം. കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ പറയുന്നത് ഇത് ദുർച്ചെലവാണ് എന്നുള്ളതാണ്. കാരണം ഈ പാലം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡ് ഇതുവരെ അതിൻ്റെ ഒരു പൂർത്തീകരണവും നടന്നിട്ടില്ല. ഈ പാലം കൊണ്ട് ഇപ്പോൾ പൊതുവായിട്ട് ഇവിടെ ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്തൊരു പാലമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നേരെ മറിച്ച് മാവൂര് പഞ്ചായത്തും അതുപോലെ ചാത്തമംഗലം പഞ്ചായത്തുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലമല്ല ഇത്. ഇതിപ്പോൾ ഒരു അപ്രോച്ച് റോഡ് പോലും കാര്യമായിട്ട് ഇവിടുന്ന് മേലോട്ട് പോകാനില്ല. ഈ പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വഴിയില്ല, അങ്ങോട്ട് വേറൊരു വഴിയില്ല. ഇപ്പം ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് കൊടുത്തെങ്കിലായി, അല്ലെങ്കിൽ അപ്രോച്ച് റോഡ് ഇല്ലാതെയാണ് ഈ പാലം പണി ആരംഭിച്ചത്. റോഡാണ് ഈ പാലം ആരംഭിച്ചത്. സാധാരണ രീതിയിൽ അങ്ങനെ അല്ലല്ലോ, അപ്രോച്ച് റോഡ് ശേഷം എല്ലാ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ്. അതെ അതെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മുഴാപ്പാലം പാലം സംബന്ധിച്ചിടത്തോളം അവിടുത്തേക്കാട്ടും വലിയൊരു പാലമാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വെറുതെ ഒരു ഫണ്ട് ദുരുപയോഗം ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് നാട്ടുകാരെന്നുള്ളത്. മാവൂര് പഞ്ചായത്തിലെ തന്നെ കുറ്റിക്കടവ് പ്രദേശത്ത് ഒരു ചെറിയൊരു അപ്രോച്ച് റോഡ് പോലത്തെ ഒരു പാലാണുള്ളത്. അവിടെ ഏത് സമയവും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു ഏരിയയാണ്. MVRലേക്ക് വരാനും അങ്ങോട്ട് പോകാനും ചെറുപ്പ് ഹെൽത്ത് സെന്റർ അതേപോലെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന യാത്രമായിട്ടുള്ള പാലമാണ്. ആ പാലം ഈ ദുരിതത്തിലാണ്. ഇത്രയും കാലമായിട്ട് ആ ഒരു ഫണ്ട് മര്യാദയ്ക്ക് അവിടെ വെച്ചിട്ടില്ല. ജനങ്ങളവിടെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അല്ല, അത് ഞാൻ MLA സംസാരിച്ചിരുന്നു. അപ്പോൾ MLA പറഞ്ഞ അത് പഞ്ചായത്തിന്റെ അതാണ്, വേറൊരു പാലം വരുന്നുണ്ട്, വേറെ റോഡ് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതാണ് MLA അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് വഴി മാറുകയാണ്, റെക്കോർഡ് നിൽക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പാലം ഇവിടെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല. ഈ അപ്രോച്ച് റോഡ് പോലും ഇല്ലാത്തൊരു പാലമാണല്ലോ. അപ്പോൾ എന്തിനാണെന്ന് നമുക്ക് ജനങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ ഫണ്ടാണ് ഇപ്പോൾ മുഴാപ്പാലത്ത് വന്നിട്ടുള്ളത്. നേരെ മറിച്ച് ചാത്തമംഗലം ബന്ധിപ്പിക്കുന്ന മുഴാപ്പാലത്തെ പാലത്തിൻ്റെ അവസ്ഥ 2-4 വർഷത്തോളം ഇവിടെ ഫണ്ട് വന്നിട്ട് പോലും ലാവിശായി കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് ഇവിടെ വന്നുള്ള ഈ പാലം, കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ പാലം, ഇവിടെ നിന്ന് അങ്ങോട്ട് 1-2 വീടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥയാണിത്. കുറ്റിക്കടവ് നേരെ മറിച്ച് മാവൂർ പഞ്ചായത്തിന് ഉള്ള കുറ്റിക്കടവിലെ പാലം, ആ പാലം ചെറിയൊരു കൈവരിയുള്ളൊരു പാലമാണ്. അവിടെ 100 കണക്കിന് വാഹനങ്ങൾ ചെറുപ്പ ഹെൽത്ത് സെൻറ്റർ അതേപോലെ മെഡിക്കൽ കോളേജ് അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ MVR ഹോസ്പിറ്റൽ ഇങ്ങനെ കടന്നു പോകുന്ന വാഹനങ്ങൾക്കൊരു അവസരോചിതമായ ഇടപെടലില്ലാതെ MLA ലാവിശായി ഉപയോഗിച്ചൊരു ഫണ്ടാണിത്. ഞാൻ മാവൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിൻ്റെ മെമ്പറാണ്. 7-ാം വാർഡിൽ പഞ്ചായത്തിലെ 7-ാം വാർഡിലാണ് ഇപ്പോൾ പുതുതായിട്ടൊരു പാലത്തിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പികയാണ് ഇതിന് ചിലവെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഒരു അപ്രോച്ച് റോഡ് പോലും അതിന് ഇല്ലാത്ത ഒരു സ്ഥലം, ഒരു പറമ്പിലേക്കാണ് ഇപ്പോൾ ആ പാലം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്രോച്ച് റോഡ് അതിനെന്തോ ചെറിയൊരു മീറ്റർ കണക്കിന് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ പുതുതായിട്ട് സ്ഥലമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് വേറെ ഇടയ്ക്കും റോഡിലേക്ക് മുട്ടുന്ന ഒരു ഭാഗത്തേക്കൊന്നും മുട്ടുന്ന ഒരു റോഡ് അതിന് നിലവിലില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് മനസ്സിലായി MLA അതിന് പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു കത്തയച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. റോഡ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സഹായം. അല്ല, നമ്മളൊരു പാലം പണിയുക അല്ലെങ്കിൽ ഒരു റോഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇത് വരുന്ന സമയത്ത് അതിന് തൊട്ടടുത്ത് തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് അപ്രോച്ച് റോഡ് അതിന് പ്രത്യേക പ്ലാനോ അല്ലെങ്കിൽ ഒരു നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഇതിപ്പം അങ്ങനെ ഒരു ധാരണയോ അല്ലെങ്കിൽ അപ്രോച്ച് റോഡ് പാലം തുടങ്ങിയതിനു ശേഷമാണ് അപ്രോച്ച് റോഡിൻ്റെ കത്ത് MLA പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തിരിക്കുന്നത്. പാലത്തിൻ്റെ പണി തുടങ്ങി ഏകദേശം ഒരു 3/4 ഭാഗം ആയതിന് ശേഷമാണ് അപ്രോച്ച് റോഡിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിന് കത്ത് കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ അത് അങ്ങനെ ഒരു പാലത്തിനെ പറ്റി ഇത്രയും ബൃഹത്തായ ഒരു പാലം വരുന്ന കാര്യം മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാനും അറിഞ്ഞില്ല. ഒരു പാലം വരുന്നുണ്ട്, അതെന്തോ തൂക്കുപാലോ അല്ലെങ്കിൽ ജീപ്പബിൾ പാലോ ഒക്കെ ആയിരിക്കാം എന്നാണ് നമ്മളൊക്കെ ധരിച്ചത്. അവിടെ 1-2-3 വീട്ടുകാരേ ഉള്ളൂ താമസിക്കുന്ന ആളുകൾ. ഈ 3-4 പേർക്ക് വേണ്ടിയിട്ടുള്ള പാലം പോലെയാണ് ഇത് വരുന്നത്. ഇത്രയും ബൃഹത്തായ ഒരു സംഖ്യ ചെലവാക്കി ഉണ്ടാക്കുന്നത് ഒരു അനാവശ്യ ചെലവായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ മെമ്പർ, താങ്കൾക്ക് തന്നെ അറിയാം, താങ്കളുടെ തൊട്ടടുത്ത് കുറ്റിക്കടവിലെ പാലം, അതുപോലെ തന്നെ ഈ ഭാഗത്ത് തന്നെ താങ്കളുടെ വാർഡിൽ തന്നെ നിരവധി റോഡുകൾ അല്ലെങ്കിൽ പാലങ്ങളുടെ ആവശ്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഒരു സർക്കാരിൻ്റെ ഫണ്ട് വെറുതെ വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണോ? സർക്കാരിൻ്റെ ഫണ്ട് ദുർവിനിയോഗമാണെന്ന് തന്നെയാണ് വിലയിരുത്താൻ പറ്റുള്ളൂ ആർക്കും മനസ്സിലാക്കുന്നിടത്തോളം. കാരണം ഇപ്പോൾ അവിടെ നമ്മളെ പ്രദേശത്തിൻ്റെ ഇപ്പോൾ നമുക്കറിയാം കുറ്റിക്കടവ് പാലം വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു ജീപ്പബിൾ പാലം ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ കൈവരി അടക്കം പോയതാണ്. അതിനൊക്കെ ഇത്രയും ഇതുപോലൊരു പാലം വരികയാണെന്ന് വെച്ചാൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക്
പിന്നെ കെട്ടാങ്കലിക്കും പേണിക്കും പിന്നെ മുക്കം വൈക്കൊക്കെ പോകുന്ന ആളുകൾക്കും പിന്നെ കോഴിക്കോട്ടേക്ക് പോകുന്ന ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റിയ പാലം ഇവിടെ ഈ വാർഡിൽ തന്നെ എൻ്റെ വാർഡിനെ ടച്ച് ചെയ്യുന്നത് നിലവിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മാവൂർ പഞ്ചായത്തിൽ തന്നെ പാലത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല സ്ഥലമുണ്ട്. ഇവിടേക്ക് ഒരു ചെറിയ പാലം വരികയാണെങ്കിൽ അവിടെ കുറച്ച് ആളുകൾക്ക് ഉപകാരം ഉണ്ടാവും. അത്രേ ആണെങ്കിൽ ആവശ്യമുള്ളൂ. അവിടെ അതായത് റോഡില്ല, അപ്രോച്ച് റോഡ് ആകുന്ന അങ്ങോട്ടില്ല, പാലം ചെന്ന് കയറി നിൽക്കണോടത്തുനിന്ന് അങ്ങോട്ട് റോഡില്ല. അപ്പോൾ നിലവിൽ റോഡ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇനി നാട്ടുകാരെന്നുള്ളവർക്കും അവിടെയുള്ള മെമ്പർന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ അത് ഉണ്ടാക്കാൻ തന്നെ സ്ഥലം ആളുകൾ വിട്ടുകൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അവിടെ. ഈ പാലവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവാദിത്വപ്പെട്ടവർ മറുപടി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തൽക്കാലം വിട പറയുന്നു. നന്ദി, നമസ്കാരം.